വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലാസ്റ്റ് മിനിറ്റ് പുഡിംഗ് എന്നും വിളിക്കാം. കാരണം നിങ്ങൾക്കിപ്പോൾ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമല്ലോ, ആ ഒരു സമയത്തൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. 5 മിനിറ്റൊക്കെ വേണ്ടുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരുപാട് ചേരുവ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പുഡിങ്ങിൽ നമുക്ക് ജലാറ്റിനും ചൈനാഗ്രാസ് ഒന്നും വേണ്ട. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതും ഞാനൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. പിന്നെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത് പാലിലാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പാല് മുഴുവനായിട്ട് ആദ്യം തന്നെ ഒഴിക്കരുത്. കൊക്കോ പൗഡറും കോൺഫ്ലവറൊക്കെ പെട്ടെന്ന് കട്ട കുത്തുന്നതാണ്. അതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. കൊക്കോ പൗഡറൊക്കെ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ ഞാൻ അരിപ്പയിലൂടെ അരിച്ചിട്ടില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുള്ളൂ. ചെറിയ തരികളൊക്കെ ഉള്ളത് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പോയി കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ്, അതായത് 250 ml പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇത് ഒരുപാട് സമയമൊന്നും നിങ്ങൾ വേവിക്കേണ്ട ആവശ്യമില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അടി കട്ടിയുള്ള പാത്രത്തിൽ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആദ്യത്തെ ആ 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കുക. കാരണം കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ കുറുകുന്നൊരു സാധനമാണ്. അപ്പം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതാ ഈ ഒരു പാകത്തിലായി കിട്ടും. പിന്നെ സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല തിക്കായി കിട്ടും. അപ്പോൾ ആ ഒരു തിക്നെസ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്, ഒരു തിക്കായിട്ടുള്ള ഗനാഷിൻ്റെ രൂപത്തിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അടുപ്പത്തുനിന്ന് ഈ പാത്രം വാങ്ങി വയ്ക്കുക. വേറൊരു പാത്രത്തിൽ ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂണ് വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. മാരി ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, ഏത് വേണമെങ്കിലും എടുക്കാം. ഡൈജസ്റ്റീവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 750 ml ട്രേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് ആ പാലിൻ്റെ മിക്സ്ചറിൽ ഒന്ന് മുക്കിയെടുക്കുക. പാൽ ചൂടൊന്നും വേണ്ട. നോർമൽ ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ തണുത്ത പാലായാലും പ്രശ്നമില്ല. ചൂടുള്ള പാൽ എടുക്കാതിരിക്കുക. ജസ്റ്റ് ബിസ്ക്കറ്റ് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ലെയർ ചെയ്യുക. ഏതെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ബിസ്ക്കറ്റ് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് ലെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്കുള്ള ലെയർ വേണമെങ്കിൽ കൂടുതൽ ബിസ്ക്കറ്റ് അട്ടിക്ക് വെക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പുഡിങ്ങിൻ്റെ മിക്സ്ചറില്ലേ, അത് ഇതിൻ്റെ മേലെ നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഈ സമയത്തേക്ക് ചൂടൊന്നും തടഞ്ഞു പോരുത്. ചെറിയൊരു ചൂട് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ചൂട് തടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വെച്ച് പാത്രത്തിൽ തന്നെ സെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്പാച്ചിലുണ്ടോ സ്പൂണുകൊണ്ടോ ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ബദാം ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 5-6 എണ്ണം മതിയാവും. അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സും എടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടും ഈ ഒരു ലെയറിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പുഡിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ക്രഞ്ചി ആയിട്ടുള്ളൊരു സാധനം കടിക്കാൻ കിട്ടുമ്പോൾ. ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ബിസ്ക്കറ്റ് പാലിൽ സോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. പാലിൽ ഒരുപാട് നേരം ഒന്നും ബിസ്ക്കറ്റ് ഇട്ട് വെക്കേണ്ട, ചെറുതായിട്ടൊന്ന് മുക്കിയെടുത്താൽ മാത്രം മതി. അപ്പം ഞാനിത് 2ാമത്തെ ലെയർ ബിസ്ക്കറ്റിൻ്റെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ പുഡിങ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തം 9 ബിസ്ക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു 750 ml ട്രേയിലേക്ക്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഒരു അരിപ്പയിലൂടെ ഒന്ന് ഇങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എല്ലാവരോടും ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആ വരുന്ന മെനു ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതാ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പുഡിങ് എടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ് ഒരു 6 പേർക്കൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് ഡബിൾ ആക്കിയിട്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ആക്കിയിട്ടോ ഒക്കെ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂണ് കൊണ്ട് കോരിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ ലെയറൊക്കെ ശരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാ നല്ല യമ്മി ആയിട്ടുള്ള പുഡിങ്ങാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പുളിയുടെ ആ ഒരു ഇതൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ബ്ലൂബെറി ഒക്കെ ഈ ലെയറിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഇത്രയും ലെയർ ചെയ്യാം കേട്ടോ. 3-4 ലെയർ വേണമെങ്കിൽ അങ്ങനെ അതും ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇത് സ്ക്വയറായിട്ട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്ക്വയറായിട്ട് പീസായിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. ഇൻഗ്രീഡിയൻസും ടിപ്സൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.